കൊച്ചിയിലെ വാഹനാപകടം കൊലപാതകം. മരിച്ചത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ജീവനക്കാരൻ ഐവിൻ ജിജോയെ CISF ഉദ്യോഗസ്ഥൻ ബോധപൂർവം വാഹനമിടിച്ച് കൊന്നതെന്ന് പോലീസ്. മലപ്പുറം കാളികാവ് ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ കൊന്നു. മരിച്ചത് കല്ലാമൂല സ്വദേശി ഗഫൂർ. ഒപ്പമുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. മുത്തോലി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജിസ്മോൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18. ജിസ്മോളും മൂത്തമകൾ നേഹയും സഞ്ചരിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തം. ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതി ബെയിലിൻ ദാസ് ഒളിവിൽ തുടരുന്നു. 2 ദിവസമായിട്ടും അഭിഭാഷകനെ പിടികൂടാതെ പോലീസ്. ബാർ അസോസിയേഷൻ അടിയന്തര ജനറൽ ബോഡി ഇന്ന് ചേരും. മണിപ്പൂരിൽ 10 വിഘടനവാദികളെ വധിച്ച സുരക്ഷാ സേന. ഏറ്റുമുട്ടലുണ്ടായത് മ്യാൻമർ ജില്ലയോട് ചേർന്നുള്ള ചന്ദേലിൽ. ജമ്മുകാശ്മീരിൽ ഭീകരരുമായി ഏറ്റുമുട്ടൽ. അവന്തിപ്പോരയിൽ സൈന്യവും പോലീസും വ്യാപക തെരച്ചിൽ. കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ പരാമർശത്തിൽ വിജയ് ഷായെ മധ്യപ്രദേശ് മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയേക്കും. BJP നേതാവിനെതിരെ വിമർശനം കടുപ്പിച്ച് പ്രതിപക്ഷം. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്തു. ബില്ലുകളിലെ തീരുമാനത്തിന് സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിയിൽ ചോദ്യങ്ങൾ ഉന്നയിച്ച് രാഷ്ട്രപതി. ഭരണഘടനയിൽ ഇല്ലാത്ത സമയപരിധി കോടതിക്ക് നിർവചിക്കാനാകുമോ എന്ന് ചോദ്യം. വിധിയുമായി ബന്ധപ്പെട്ട് 14 വിഷയങ്ങളിൽ വ്യക്തത വേണമെന്നും ദ്രൗപദി മുർമു. റഷ്യ-യുക്രൈൻ സമാധാന ചർച്ച അനിശ്ചിതത്വത്തിൽ. റഷ്യൻ പ്രസിഡന്റ് ചർച്ചയിൽ പങ്കെടുക്കില്ല. വ്ളാഡിമിർ പുടിനായി പ്രതിനിധി പങ്കെടുക്കും. പുടിനില്ലാത്ത ചർച്ചയിൽ പങ്കെടുക്കില്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തയാളെ ബലമായി മോചിപ്പിച്ച സംഭവത്തിൽ KU ജനീഷ് കുമാർ MLA-ക്കെതിരെ കേസെടുത്തേക്കും. ദക്ഷിണ മേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് വനം മന്ത്രിക്ക് കൈമാറും. വനംവകുപ്പിന്റെ നടപടി നിയമപരമല്ലെന്ന് ആവർത്തിച്ച് MLA. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തെക്കൻ മേഖല അവലോകന യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി, വകുപ്പ് സെക്രട്ടറിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. വിവിധ മിഷനുകളും സുപ്രധാന പദ്ധതികളും അവലോകനം ചെയ്യും.